റിവെഞ്ച് എന്നോണം. ഐ ടുക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. അതായത് ഒരു ജീവിതത്തിൽ നമ്മളൊരു വഴിത്തിരിവാകും, ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. മനുഷ്യന്മാരൊക്കെ കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്, പക്ഷികളെ കണ്ണ് പൂട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞ് പക്ഷികൾ ഭയങ്കര അഗ്രസീവാണ്. ഈ പക്ഷികൾ തൊട്ടടുത്തുള്ള ഫാൽക്കണിനെ പോലും കൊത്തിക്കൊല്ലും. എല്ലാ വർഷവും UAE ഫാൽക്കണിന്റെ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. ഒരു ഫസ്റ്റ് പ്രൈസ് 5 മില്യൺ ദിർഹംസ് ആണ്. ഇന്ത്യൻ്റെ 13 കോടിയോളം രൂപയാണ് ഒന്നാം സമ്മാനം. അപ്പോൾ ഹോളണ്ടിൻ്റെ അത് കൊടുത്തപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, തൻ്റെ സെക്രട്ടറി ലിജുവിനോട് പറഞ്ഞു, ഫാൽക്കൺ വിളിച്ചാൽ ഫോൺ തരണം എന്ന് പറഞ്ഞു. അതായിരുന്നു എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം. എൻ്റെ ഫാൽക്കൺ ബ്രോഷർ പ്രകാശനം ചെയ്തത് മമ്മൂട്ടിയായിരുന്നു. അത് ഇന്ന് സത്യമായിരിക്കുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് അറബ് കുട്ടികൾക്ക് അറബ് വേഷത്തിൽ അറബി ഭാഷയിൽ ക്ലാസ് എടുക്കുകയാണ് അവരുടെ ദേശീയ പക്ഷിയെക്കുറിച്ച്. ഈ തിരുവൂരിന്ന് വാണിയന്നൂരിന്ന് പോയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു പക്ഷിയെക്കുറിച്ച് പഠിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഇതിഹാസ തുല്യമായ ഒരു കഥയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫാൽക്കൺ നമ്മളൊരു പക്ഷേ കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. അറബ് രാജ്യങ്ങളിൽ വളരെ പ്രശസ്തമായ റോയൽ ഫാമിലീസ് വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു പക്ഷിയാണ് ഫാൽക്കൺ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫാൽക്കൺ പക്ഷിയിലെ ആ ഒരു വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിത്വം ഡോക്ടർ സുബൈർ മേഡമൽ. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. വളരെ വ്യത്യസ്തമായ നമുക്ക് അറിയാത്ത ഒരുപാട് കഥകൾ ഒരു ഫാൽക്കൻ്റെ പുറകിലുണ്ട്. മാത്രമല്ല ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ഒരു മലയാളി എന്തിന് ഡോക്ടറേറ്റ് എടുത്തു എന്നുള്ളത് തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും നമ്മൾ കാണാത്തൊരു പക്ഷി, കേൾക്കാത്തൊരു പക്ഷി, മറ്റൊരു രാജ്യത്തിലെ ഒരു പക്ഷിയെക്കുറിച്ച് പഠിച്ച് ആ രാജ്യത്തിലെ അവിടുത്തെ എമിറേറ്റ്സ് ഫാൽക്കൺ എമിറേറ്റ്സ് ക്ലബിൽ മലയാളിയായിട്ട്, അതായത് അറബികൾ മാത്രമുള്ള ഒരു ക്ലബിൽ ഇടം പിടിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ആ രീതിയിലുള്ളൊരു വളർച്ച അദ്ദേഹം ക്രിയേറ്റ് ചെയ്തെടുത്തു. വളരെ വ്യത്യസ്തമായ ഒരു ലൈഫ് സ്റ്റോറി. ആ ജേണിയിലൂടെ നമുക്ക് ഇന്ന് ഈ ഒരു പോഡ്കാസ്റ്റിൽ നമുക്കും സഞ്ചരിക്കാം. വൈൽഡ് ലൈഫ് ബയോളജിയിലും ഇക്കോളജിയിലും ഇദ്ദേഹം ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സുവോളജി വിഭാഗത്തിൽ ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകൾ ശരിക്കും അതിലെ ഒരു എക്സ്പെരിമെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഈ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് അദ്ദേഹത്തിന് കയറി ചെല്ലാൻ പറ്റിയ ഇടങ്ങൾ ഒട്ടും ചെറുതല്ല. അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിൽ കേൾക്കാം. വെൽക്കം ടു ദിസ് പോഡ്കാസ്റ്റ്. സുബൈർ സാർ, എനിക്ക് തോന്നുന്നു വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഡേയിൽ നമ്മൾ പരിചയപ്പെട്ടവരാണ്. നമുക്ക് അങ്ങനെ മുൻകൂർ വലിയ മുൻ പരിചയമൊന്നുമില്ല. പക്ഷെ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ളൊരു മൊമെന്റിൽ പരിചയപ്പെട്ടു. പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇന്ന് വരെ കേൾക്കാത്ത ഒരു സബ്ജക്റ്റിലെ ഒരു എക്സ്പേർട്ട്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചു. ഞാൻ ആ പേര് അന്ന് തന്നെ സേവ് ചെയ്ത് വെച്ചു. എനിക്ക് തോന്നി ഇന്നല്ലെങ്കിൽ നാളെ എവിടെയോ നമ്മൾ ഇനിയും ചിലപ്പോൾ കണ്ടേക്കും. അങ്ങനെ അവസാനം നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഫാൽക്കൺ എന്ന് പറയുന്ന പക്ഷീനെ കുറിച്ച് ഒരു പക്ഷേ കേരളത്തിൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. മേ ബി UAE പോയി വരുന്നവർക്ക് അറിയുന്നുണ്ടാവും. കാരണം ഒന്നാമത് ആ പക്ഷിയെ ഇവിടെ വളരെ റെയറാണ്. അതിലൊരു ഡോക്ടറേറ്റ് എടുക്കുക എന്ന് പറയുന്നത് വളരെ റെയറസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ റെയറാണ് അല്ലേ, അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വെൽക്കം ദിസ് പോഡ്കാസ്റ്റ് സുബൈർ സർ, ഡോക്ടർ സുബൈർ സർ. എങ്ങനെയാണ് ഈ ഫാൽക്കൺ എന്ന പക്ഷിയുടെ പുറകെ പോയൊരു കഥ എന്താണ്? അതായത് എവിടെയാണ് അതിൻ്റെ തുടക്കം? അതിലൊരു ഡോക്ടറേറ്റ്, അതിലൊരു വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എവിടെ ആയിരിക്കും, എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയാൻ പറ്റും? താങ്ക് യു ടു ബി ഹിയർ. വിനീഷിൻ്റെ കൂടെ ഈ പോഡ്കാസ്റ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. താങ്കൾ ചോദിച്ച ഒരു ചോദ്യം, ഫാൽക്കണിൽ എങ്ങനെ എത്തി? ഇന്നലെ ഞാൻ നാദാപുരത്ത് ഒരു കല്യാണത്തിന് പങ്കെടുത്തു. കല്യാണത്തിന് ചെന്ന ഉടനെ തന്നെ ഒരാൾ പറഞ്ഞു, പരുന്ത് പറക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, പരുന്തല്ല ഫാൽക്കണാണ്, കൊച്ചാക്കല്ലേ എന്ന് പറഞ്ഞു. പരുന്താക്കി മാറ്റല്ലേ ഫാൽക്കണേ. അതെ അതെ, അത് ഇന്നലത്തെ അനുഭവം. ഫാൽക്കൺ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വില കൂടിയ ഒരു ജീവിയാണ്. ഒരു 5 കോടി 6 കോടി രൂപയൊക്കെ ഒരു പക്ഷിക്ക് വിലയുണ്ട്. അപ്പോൾ ഇന്നലെ ആ ഒരു സന്ദർഭത്തിൽ ഞാനത് ഓർത്തു. പരുന്താക്കി മാറ്റിയ അതിൻ്റെ വില കുറയുമല്ലോ. അതൊരു എന്താ പറയുക, അവഗണിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു അവഹേളിക്കുന്ന പോലെ ആയി പോകും. അത്രക്കും ഒരു റോയൽ ക്രിയേച്ചറാണ് ഫാൽക്കൺ. ലോകത്തെ ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുലീനതയുടെ പ്രതീകമാണ് ഫാൽക്കൺ. അതിൽ ഡോക്ടറേറ്റ് എടുത്ത ആദ്യ ഏഷ്യക്കാരനും ഏക ഇന്ത്യക്കാരനുമാണ് ഞാൻ. 1993 ഇങ്ങനെ ഒരു ഭ്രാന്ത്
ബ്രാൻഡിന് തുടക്കം വെച്ച്. എവിടെയാണ് അത് ഫസ്റ്റ് ഇതിനെ കുറിച്ചുള്ള നോഹവ് കിട്ടുന്നത്? ഫസ്റ്റിൽ കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഫറൂഖ് കോളേജിൽ നിന്നാണ് വൈൽഡ് ലൈഫ് ബയോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം നേടുന്നത് 92-ൽ. അതിനുശേഷം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BEd എടുത്തു. ഒരു സാധാരണ ജോബ് ഹണ്ടറെ പോലെ ഞാനും ദുബായിലേക്ക് പറന്നു. ദുബായിൽ നിങ്ങൾക്കറിയാം, ദുബായിലൊക്കെ പോയാൽ ഒരു ജോലി കിട്ടൽ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ഒരു ജന്തുശാസ്ത്ര ബിരുദധാരിക്ക് ജോലി കിട്ടൽ എളുപ്പമല്ല. ദുബായിലൊരു അന്ന് ദുബായ് സൂ ഉണ്ടായിരുന്നു. ഇന്ന് ദുബായിൽ ആ സൂ അടച്ചുപൂട്ടി. പിന്നെ ഒരു അലൈൻ സൂ, അങ്ങനെ 2-3 സൂ പിന്നെ ദുബായിൽ UAE-ലുള്ളൂ. UAE എന്ന് പറയുന്നത് 7 സ്റ്റേറ്റ് കൂടിയ ഒരു രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതിലാകെ 2-3 സൂ മാത്രമേ ഉള്ളൂ. അതേപോലെ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത് വളരെ കുറവാണ് പൊതുവെ ഗൾഫ് രാജ്യങ്ങളിൽ. വല്ല BCom MCom അല്ലെങ്കിൽ വല്ല CA ഒക്കെ കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടാൻ, MBA ഒക്കെ കഴിഞ്ഞവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളൂ. അങ്ങനെ ഞാൻ സാധാരണ ഒരു ജോബ് ഹണ്ടറെ പോലെ തന്നെ അന്നൊക്കെ ഒരു വിസിറ്റിംഗ് വിസയിൽ 100 ദിവസം നിൽക്കാം. 2 പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്യുക, 10 ദിവസം ഗവൺമെൻറ് ഒരു ഇതുകൊണ്ട്. അതുകൊണ്ട് ടോട്ടൽ 90-100 ദിവസം ഒരു വിസിറ്റിംഗ് വിസയിൽ നിൽക്കാൻ പറ്റും. അങ്ങനെ 2 വിസിറ്റിംഗ് വിസ എടുത്തു, എനിക്ക് ഒരു ജോലിയും കിട്ടിയില്ല. അപ്പോൾ 2ാമത്തെ വിസ തീരാൻ 2 ദിവസം ബാക്കിയുള്ളപ്പോൾ ഞാൻ അബുദാബിയിൽ നിന്നും ദുബായിലേക്ക് ടാക്സിയിൽ യാത്ര ചെയ്യുകയാണ്. അബുദാബിയിൽ നിന്നും അല്ലൈനിലേക്ക് യാത്ര ചെയ്യുകയാണ്. അബുദാബിൻ്റെ ഒരു പ്രവിശ്യയാണ് അല്ലൈൻ. അതിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് അൽ ഖസന എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അബുദാബിയിൽ നിന്നൊരു 100 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അൽ ഖസന. അപ്പോൾ ഈ ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ സൈഡിൽ ഒരു പക്ഷിയുടെ ചിത്രമുള്ള ഒരു ബോർഡ് കാണുകയാണ്. അപ്പോൾ എൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ജീവിയാണല്ലോ. അപ്പോൾ ടാക്സി ഡ്രൈവറോട് ഒന്ന് നിർത്താൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരു ജൂലൈ മാസമാണ്, ഭയങ്കര ഉഷ്ണ ഉള്ള സമയമാണല്ലോ ജൂലൈ. അപ്പോൾ ഹിസ് ഹൈനസ് ഷെയ്ഖ് സായിദ് ഫാൽക്കൺ റിസർച്ച് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ബോർഡാണത്. ഒരു പക്ഷിയുടെ ചിത്രവുമുണ്ട്. അതായത് UAE പ്രസിഡൻ്റായിരുന്ന ഷെയ്ഖ് സായിദിൻ്റെ പേരിലുള്ള ഫാൽക്കൺ റിസർച്ച് ഗവേഷണ ഹോസ്പിറ്റലായിരുന്നു അത്. അപ്പോൾ ഇതൊരു പ്രത്യേകത. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഇപ്പോൾ അമൃത ഹോസ്പിറ്റൽ, ബേബി ഹോസ്പിറ്റൽ, മിംസ് ഹോസ്പിറ്റൽ പോലെ ഒരു ഹോസ്പിറ്റൽ പക്ഷികൾക്ക് വേണ്ടി. അപ്പോൾ ഒരു കൗതുകം. അപ്പോൾ ഞാൻ ആ ടാക്സി ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞു. വഴിയിൽ ഇറങ്ങിയിട്ട് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് ആ ഒരു ഹോസ്പിറ്റൽ സ്പോട്ടിലേക്ക്. അതൊരു ഉയർന്ന ഒരു സ്ഥലത്താണ്. ആ വെയിലും കൊണ്ട് ഒരു വണ്ടിയൊന്നും കിട്ടിയില്ല. ഒരുപാട് നടന്നു. 5-6 കിലോമീറ്ററൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അത്യുഷ്ണയിൽ വലിയ പ്രയാസമുള്ള സംഭവമാണ്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കാരണം അറബികളൊക്കെ OP-യിലിരിക്കുന്നത് കണ്ടു. നമ്മളൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ പ്രതീക്ഷിച്ചുകൊണ്ട് ടോക്കൺ എടുത്തുകൊണ്ടിരിക്കുമല്ലോ. അതേപോലെ അറബികൾ കയ്യിൽ ഒരു പക്ഷിയെയും വെച്ചുകൊണ്ട് ഫാൽക്കണയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് 10, 50, 60 പക്ഷികളുണ്ട്. അതേപോലെ 60 അറബികളുണ്ട്. അപ്പോൾ ഇവർ ഈ പക്ഷികളെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്, ഞങ്ങളുടെ ദേശീയ ചിഹ്നമാണ്, ഇത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെക്കാളും കൂടുതൽ പ്രാധാന്യത്തോടെ ഞങ്ങൾ പിന്നെ പരിരക്ഷിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വൈ യു കെയിം ഹിയർ, എന്തിനാണ് ഈ പക്ഷിയായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്? അപ്പോൾ പറഞ്ഞു, പക്ഷിക്ക് ഒന്നുകിൽ ബയോപ്സി ചെയ്യണം, അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ സർജറി ചെയ്യണം, എക്സ്റേ എടുക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, ടാബ്ലറ്റ് കൊടുക്കണം. പല അസുഖങ്ങളായിട്ട് പല പിന്നെ അറബികളും ഈ ഫാൽക്കണായിട്ട് വന്നിരിക്കണം. അപ്പോൾ ഞാൻ ഒരു കൗതുകം എന്ന പോലെ ചോദിച്ചു, ഇങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, UAE-യിലെ ഈ 7 എമിറേറ്റുകളിലായി ഏകദേശം 8-9 ഹോസ്പിറ്റലുകളുണ്ട്, എക്സ്ക്ലൂസീവ്ലി ഫോർ ഫാൽക്കൺസ്. നമ്മളിപ്പോൾ മനുഷ്യന്മാര് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമല്ലോ. ഇപ്പോൾ ഇവിടെ വെറ്ററിനറി ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ പക്ഷികൾ മാത്രമല്ല, മൃഗങ്ങളുണ്ടാവും. നന്നായ പെറ്റ് ഡോഗ്സ്, അതേപോലെ പെറ്റ് ബേർഡ്സ്, എക്സോട്ടിക് ബേർഡ്സ്, പോത്ത്, എല്ലാ സംഭവങ്ങളും വരുമ്പോൾ എല്ലാവരും കൊണ്ടുവരുമല്ലോ. ഇതല്ല, എക്സ്ക്ലൂസീവ്ലി ഫോർ ഫാൽക്കൺസ്. അപ്പോൾ
അപ്പോൾ ഒരു ഫാൽക്കൺ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ അറബികളോട് ചോദിച്ചു എന്താ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, എന്താ ഇപ്പോൾ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ പിന്നെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ പിന്നെ ഒരു കുലീനതയുടെ അല്ലെങ്കിൽ ഒരു പ്രൗഢി കാണിക്കുന്ന സംഭവമാണ്. ആരെങ്കിലും അറബികൾക്ക് അത്യാവശ്യം കാശുള്ള അറബികളാണെങ്കിൽ അവരൊരു ഫാൽക്കണ ഓൺ ചെയ്യും. ഇപ്പം നമ്മുടെ നാട്ടിൽ കാളപൂട്ട് മത്സരത്തിൽ നമ്മൾ കാളകൾക്ക് മികച്ച കാളകൾക്ക് അല്ലെങ്കിൽ ജയിക്കുന്ന കാളകൾക്ക് ലക്ഷങ്ങളായിരിക്കും വില. പക്ഷെ തോക്കുന്നവരെ അറക്കാൻ കൊടുക്കുകയും ചെയ്യും. സാധാരണ കാണുന്നതാണ് കാളപൂട്ട് മത്സരത്തിൽ. അതേപോലെ ഫാൽക്കണിന് മത്സരങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ വർഷവും UAE ഫാൽക്കണിന്റെ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. ഒരു ഫസ്റ്റ് പ്രൈസ് 5 മില്യൺ ദിർഹംസ് ആണ്. ഇന്ത്യൻ്റെ 13 കോടിയോളം രൂപയാണ് ഒന്നാം സമ്മാനം. അങ്ങനെ ഒരു മത്സരവും നടത്തുന്നുണ്ട്. അപ്പൊ അത്രക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പക്ഷിയെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫാൽക്കണിന്റെ തലയിൽ ഒരു ഹുഡ് വെച്ചിട്ടുണ്ട്, ഫാൽക്കണിന്റെ കണ്ണുകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇപ്പൊ കണ്ണൊക്കെ പൂട്ടിയിട്ട് വെക്കണത്? മനുഷ്യന്മാരൊക്കെ കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്, പക്ഷികളെ കണ്ണ് പൂട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞു പക്ഷികൾ ഭയങ്കര അഗ്രസീവാണ്, ഈ പക്ഷികൾ തൊട്ടടുത്തുള്ള ഫാൽക്കണിനെ പോലും കൊത്തിക്കൊല്ലും, ഭയങ്കര ഒരു ആക്രമണകാരികളായ ബേർഡായതുകൊണ്ടാണ് ഇത് കണ്ണ് പൂട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് അപ്പുറത്ത് ഗ്ലാസ്സിലൂടെ ഈ പിന്നെ പട്ടാണികളും ബംഗാളികളൊക്കെ ഈ പക്ഷിനെ കെയർ ചെയ്യുന്നത് കണ്ടു. അതിന് ഭക്ഷണം കൊടുക്കുന്നു, അതിൻ്റെ കാഷ്ടൊക്കെ വൃത്തിയാക്കുന്നു. ഇതിൻ്റെ ഈ ഹുഡ്, തലയിൽ വെച്ച ഹുഡ് എടുത്തുകൊണ്ട് അതിനിങ്ങനെ ടൈം ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ ഈ അറബികളോട് ചോദിച്ചു, മേ ഐ ഗെറ്റ് എ ജോബ് ഹിയർ? എനിക്കൊരു പണി കിട്ടിയാൽ നന്നായിരുന്നു. ഞാൻ 2 വിസിറ്റിംഗ് വിസയായി എടുക്കുന്ന ഒരു ജോലിയൊന്നും ശരിയായിട്ടില്ല, ഒരുപാട് കടങ്ങളൊക്കെ ആയി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദധാരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ജർമ്മൻ ഡോക്ടർ ഉണ്ട് അവിടെ, അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ജർമ്മൻ ഡോക്ടറെ പോയി കാണാൻ, ജെർഹാൾഡ് മോർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കിവിടെ ജോലിയൊന്നുമില്ല, കാരണം ഇത് വെറ്ററിനേറിയൻസിന് മൃഗ ഡോക്ടർമാർക്കുള്ള ഒരു ഹോസ്പിറ്റലാണ്, യു ആർ നോട്ട് എ വെറ്ററിനേറിയൻ. അപ്പോൾ ഞാൻ പറഞ്ഞു തൊട്ടപ്പുറത്ത് ഇങ്ങനെ പക്ഷികളെ ഈ ടൈം ചെയ്യുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്, ഐ ക്യാൻ വർക്ക് ആസ് എ കീപ്പർ ഈവൻ ആസ് എ സ്വീപ്പർ, ഒരു തൂപ്പുകാരൻ്റെ ജോലി ആയാലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആ ജർമ്മൻ ഡോക്ടറോട് ചോദിച്ചു. അപ്പം നമ്മളൊരു തൂപ്പുകാരൻ്റെ ജോലി കിട്ടിയാലും നമുക്ക്, കാരണം നമ്മൾ ഒരുപാട് കടങ്ങളാക്കി, നമുക്കൊരു വിസയാവണം, ഒരു ജോലിയാവുക എന്നുള്ളതാണല്ലോ. അത് എന്ത് ജോലി എന്നുള്ളതല്ല, ക്ലീനിങ്ങും ജോലിയാണല്ലോ. നമുക്ക് കിട്ടുന്നത് കാശ് കിട്ടിയാൽ മതിയല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് പിന്നെ കാൻഡിഡേറ്റ് ഹൗ വിൽ യു വർക്ക് ലൈക്ക് ദാറ്റ് എന്ന് ചോദിച്ചു. ഒരു ഇപ്പോൾ ബിരുദാനന്തര ബിരുദം എടുത്ത ആള്, അതും വൈൽഡ് ലൈഫ് ബയോളജിയിൽ എടുത്ത ആള് എങ്ങനെ ഒരു സ്വീപ്പർ ജോലി ചെയ്യുക? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റൊക്കെ ഞാൻ എൻ്റെ പെട്ടിയിൽ വെക്കാം, ഞാൻ ഒരു നിരക്ഷര ഇല്ലിറ്ററേറ്റ്, ആ ബംഗാളിയെ പോലെ, ആ ഒരു പട്ടാണിയെ പോലെ ഞാനിവിടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നോ ഐ എം സോറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ അറബികളോട് അന്വേഷിച്ചു ഈ പക്ഷിയെക്കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും അങ്ങനെ അധികം കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതിൽ ആരും ഡോക്ടറേറ്റ് എടുത്തതായിട്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒന്നും മനസ്സിലായില്ല. 30 വർഷം മുമ്പത്തെ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടറോടുള്ള ഒരു റിവെഞ്ച് എന്നോണം ഐ ടുക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. ഞാനതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഈ പക്ഷിയെക്കുറിച്ച്, ഈ ഫാൽക്കണെ കുറിച്ച് എത്ര കൂടുതൽ പഠിച്ച്, എത്ര ലോകത്തെ ഏറ്റവും വലിയ ഡിഗ്രി ആയിട്ടുള്ള PhD നേടാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ആ സങ്കടത്തോടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്. ദാറ്റ് വാസ് നമ്മുടെ ഒരു ഫസ്റ്റ് അതായത് ഒരു ജീവിതത്തിൽ ഒരു നമ്മളൊരു വഴിത്തിരിവാകും, ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. അങ്ങനെ ഞാൻ ഇറങ്ങി അലൈനിൽ പോയി. അലൈനിൽ നിന്ന് പിന്നെ അലൈൻ ദുബായ് റൂട്ടിലെ ഒരു അലൈൻ ഡയറി ഫാം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. പശുക്കളെ വളർത്തിക്കൊണ്ട് അലൈൻ മിൽക്ക് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വിൽക്കുന്നവർ.
അവിടെ എനിക്കൊരു ജോലി കിട്ടി. 2 വർഷത്തോളം അവിടെ ഞാൻ ജോലി ചെയ്തു. എൻ്റെ ജ്യേഷ്ഠനും അനിയനും ജോലിയില്ലാതെ UAE ഉണ്ടായിരുന്നു. അവരവിടെ വിസ എടുത്തു, അവരവിടെ ജോലിയാക്കി. അതിനുശേഷം ഞാൻ നാട്ടിലോട്ട് പോന്നു. ആ സമയത്താണ് ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ വളവന്നൂർ ബാഫക്കി യത്തീംഖാന ഹൈസ്കൂൾ, അത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പ്രദേശത്തെ ഹയർ സെക്കൻഡറി ഹൈസ്കൂളായിരുന്നു. ആ സ്കൂളിലായിരുന്നു ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം 8ഉം 9ഉം 10ഉം പഠിക്കുന്നത്. 1983 ഞാൻ SLC പാസ്സാകുന്നത്. ആ സ്കൂളിന് കേരള സർക്കാർ ഹയർ സെക്കൻഡറി അനുവദിച്ചുകൊണ്ട് ഓർഡർ വന്നു, +2 അനുവദിച്ചുകൊണ്ട് ഓർഡർ വന്നു. ആ സമയത്ത് ഇവർ എൻ്റെ മാനേജ്മെൻറ്റ് എന്നോട് കോൺടാക്ട് ചെയ്തിട്ട് താങ്കൾ വന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് എൻ്റെ ജോലി ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ സ്കൂളിൽ ഗസ്റ്റ് അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു. ബാഫക്കി യത്തീംഖാന സ്കൂൾ എൻ്റെ ജ്യേഷ്ഠനെയും അനിയനെയും ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിലാക്കി, അവരെ സ്ഥിരമാക്കി ഞാൻ ഇങ്ങോട്ട് പോരുകയാണ്. എന്നതിന് ശേഷം ഞാൻ ആ ജർമ്മൻ ഡോക്ടറെ ഓർത്തുകൊണ്ട് ആ ഒരു കാര്യം ഉണ്ടല്ലോ, ഫാൽക്കണെ കുറിച്ച് പഠിക്കണം എന്നുള്ളേ, ആ ഒരു ചിന്തയിൽ എന്നെ പഠിപ്പിച്ചിരുന്ന ഫറൂഖ് കോളേജിലെ ഡോക്ടർ EA അബ്ദുൽ ഷുക്കൂർ സാറിനെ പോയി സമീപിക്കണം. സാറിനോട് ഞാൻ എൻ്റെ ഈ ഒരു ആഗ്രഹം പറയാണ്, എനിക്ക് ഫാൽക്കണെ കുറിച്ച് പഠിക്കണം. എടുത്ത പടി സാറ് ചോദിച്ചു, ആർ യു മാഡ്? അപ്പോൾ ഞാൻ പറഞ്ഞു, യെസ് ഐ ആം മാഡ്, എനിക്ക് പഠിക്കണം. അപ്പോൾ സാറ് പറഞ്ഞു, അത് ലോകത്ത് ഏറ്റവും ഉന്നതിയിൽ പറക്കുന്ന ഒരു പക്ഷിയാണ്. ആ പക്ഷിയെക്കുറിച്ച് പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഒരു വിമാനം വാങ്ങേണ്ടി വരും, അത്രയും കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു അറം പറ്റിയ വാക്കുകളായിരുന്നു. ഇന്ന് ഈ സമയം വരെ 30-31 വർഷം ഏകദേശം ഒരു 120ഓളം വിമാനയാത്രകൾ ഞാൻ 6 ഭൂഖണ്ഡങ്ങളിലായിട്ട് ചെയ്തു കഴിഞ്ഞു. ഈ ഒരു കാര്യത്തിന് ഈ ഫാൽക്കണിനോട് ബന്ധപ്പെട്ട് നാളെ ഞാൻ ദുബായിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നത്. ഒരു ഫാൽക്കൺ വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ ആ സാറിൻ്റെ കീഴിൽ, ഐ എം കമ്മിങ് ടു ദി പോയിന്റ്, ആ സാറിൻ്റെ കീഴിൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഫറൂഖ് കോളേജ് റിസർച്ച് സെൻ്റർ ആയിക്കൊണ്ട് ബയോളജി ആൻഡ് ബിഹേവിയർ ഓഫ് ഫാൽക്കൺസ് എന്ന ടൈറ്റിലിൽ ഞാൻ രജിസ്റ്റർ ചെയ്യുകയാണ്. PhD രജിസ്റ്റർ ചെയ്യുകയാണ്. 2 വർഷം ഞാൻ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, +2 ജോലി ചെയ്തിട്ടിരിക്കുമ്പോൾ തന്നെ, അന്നൊക്കെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ലെക്ചറർ എന്നൊരു തസ്തികയാണ്. ബയോളജി പഠിപ്പിക്കുമ്പോൾ സോളജിയും ബോട്ടണിയും പഠിപ്പിക്കണം. അപ്പോൾ ആ ഒരു തസ്തികയിൽ ആ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഈ അവധി ദിവസങ്ങളിൽ, ഇപ്പോൾ ഓണം 10 days, ക്രിസ്മസ് 10 days, അതേപോലെ സമ്മർ വെക്കേഷൻ, അതേപോലുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഈ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പോയി ഈ ഫാൽക്കണിനെ പറ്റി പഠിക്കാൻ വേണ്ടി പോകും. പക്ഷെ ഫാൽക്കൺ വളരെ അപൂർവമായിട്ട് കാണുന്നുള്ളൂ. നോർത്തിലാണ് കാര്യമായിട്ടുള്ളത്, രാജസ്ഥാൻ, ഇന്ത്യ പാക് ബോർഡറിൽ ജയ്സൽമേർ, ബിക്കാനേർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കാണുന്നത്. ഇവിടെയൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തു ഓൾറെഡി. അങ്ങനെ ഇപ്പോൾ പഠിച്ചു 2 വർഷം, അങ്ങനെ ഒരു പാർട്ട് ടൈം ആയിട്ട് പഠിച്ചു. പിന്നെ എന്നോട് സാറ് പറഞ്ഞു, യു കനോട്ട് ഫിനിഷ് ദിസ് PhD വിത്തൗട്ട് ടേക്കിംഗ് ദ ലീവ് ഫ്രം സ്കൂൾ. സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാതെ നിനക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 5 വർഷത്തെ വേതനരഹിത അവധി എടുത്തുകൊണ്ട് വീണ്ടും പറന്നു ദുബായിലേക്ക്. 5 വർഷത്തെ വേതനരഹിത എന്ന് പറയുമ്പോൾ അതിൽ സർവീസ് ഇല്ല, ശമ്പളമില്ല, നത്തിങ്, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ ഉപ്പ, ഉമ്മ എല്ലാവരും എന്നെ എതിർത്തു. കാരണം ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലി ഉപേക്ഷിച്ച് മീൻസ് ലീവ് എടുത്തുകൊണ്ട് ശമ്പളമില്ലാത്ത ഒരു പഠനത്തിലേക്ക് പോകേണ്ട ഒരാവശ്യം ഒരു +2 അധ്യാപകനെ കുറിച്ച് വേണ്ട, ചിന്തിക്കുകയേ വേണ്ട. ഒരു +2 അധ്യാപകന് ഒരു PhDൻ്റെ ആവശ്യമില്ല. ഒരു PG, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദവും സെറ്റ് പാസ്സായാലും മതി. അപ്പോൾ എന്തോ ആ ജർമ്മൻ ഡോക്ടറോടുള്ള ഒരു
പിന്നെ പ്രതികാരം എന്നോണം ഞാൻ എൻ്റെ പിതാവിൻ്റെ മാതാവിൻ്റെ ഒക്കെ ഒരു പെർമിഷനോട് കൂടി വീണ്ടും ഒരു വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ലീവ് എടുത്തുകൊണ്ട് പോവാണ് ദുബായിലേക്ക്. ആ യാത്ര ഒരു വല്ലാത്ത യാത്രയായിരുന്നു. അങ്ങനെ 8 വിസിറ്റിംഗ് വിസ എടുത്തു. ഒരു വിസയിൽ 100 ദിവസം ഞാൻ നേരത്തെ പറഞ്ഞു. ആ 2 വിസിറ്റിങ് അത് പിന്നെ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ടത് കഴിഞ്ഞു. വേറെ ഞാൻ 8 വിസിറ്റിംഗ് വിസ എടുത്തു. അങ്ങനെ 800 ദിവസം നിന്നു കണ്ടിന്യൂ ആയിട്ട്. അങ്ങനെ അത് ഒരു വിസിറ്റിംഗ് വിസ കഴിയുമ്പോൾ ഇറാനിലോ ഒമാനിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി വീണ്ടും വിസ പുതുക്കും. അങ്ങനെ ആയിട്ട് ഞാൻ 8 വിസിറ്റിംഗ് വിസ എടുത്ത് നിന്നു. പിന്നെ എനിക്ക് ഗവൺമെൻറ് വിസിറ്റിംഗ് വിസ പുതുക്കി തന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ടാണ് എൻ്റെ 5.5 വർഷത്തെ പഠനം പൂർത്തിയാക്കുന്നത്. ഇൻ ദ ഡെസേർട്സ് ഓഫ് മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റിലെ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ UAE 7 സംസ്ഥാനങ്ങൾ മാത്രമല്ല. UAE അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഫുജൈറ, റാസൽ ഖൈമ, ഉമ്മുൽ ഖുവൈൻ തുടങ്ങിയ 7 സംസ്ഥാനങ്ങളിൽ മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങളായ സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, അങ്ങനെ മിഡിൽ ഈസ്റ്റിലായിരുന്നു എൻ്റെ പഠനം. അങ്ങനെ 2003 ഞാൻ ജർമ്മനിയിൽ പോയി. അത് എന്തിനാന്ന് വെച്ചാൽ ഈ അറബികളൊക്കെ മേത്തരം ഫാൽക്കണുകളെ ആധുനിക രീതിയിൽ പ്രജനനം ചെയ്തുകൊണ്ട്, അതായത് ആർട്ടിഫിഷ്യൽ ബ്രീഡിങ് നടത്തി പിന്നെ ഇറക്കുമതി ചെയ്യുന്നത് മോസ്റ്റ്ലി ഫ്രം യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ജർമ്മനി. ജർമ്മനിയിൽ സ്റ്റുട്ട്ഗാർട്ടിൽ, ഇറ്റലി ജർമ്മൻ ബോർഡറിൽ സ്റ്റുട്ട്ഗാർട്ടിൽ ഒരു ഇംഗോൾഡിംഗൻ ഫാൽക്കൺ ബ്രീഡിംഗ് സെൻ്റർ ഉണ്ട്. അവിടെ നിന്നാണ് ഫാൽക്കൺസിനെ കൃത്രിമ ബീജസങ്കലനം നടത്തി കൂടുതൽ ഫാൽക്കണുകളെ പിന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ബ്രീഡ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് അറബ്സ് വാങ്ങിക്കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ പഠിക്കാൻ വേണ്ടി ജർമ്മനിയിൽ പോയി. ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ബ്രീഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ആസ് എ പാർട്ട് ഓഫ് മൈ സ്റ്റഡി, ആസ് എ പാർട്ട് ഓഫ് മൈ റിസർച്ച്. അങ്ങനെ അവിടെ നിന്ന് എൻ്റെ പഠനം പൂർത്തിയായി തിരിക്കുന്നതിൻ്റെ തലേന്ന് ഞാൻ ഈ ജർമ്മൻ ഡോക്ടർക്ക് ഒരു ഫോൺ ചെയ്തു. ജർമ്മനിയിൽ നിന്ന് ജർമ്മൻ നമ്പറിൽ നിന്നൊരു ഫോൺ ചെയ്തു. ഞാൻ താങ്കളുടെ നാട്ടിൽ നിന്നാണ് ഫോൺ ചെയ്യുന്നത്, താങ്കൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഈ ഫോൺ ചെയ്യുന്നത്. വൈ, വാട്ട് ഈസ് ദ റീസൺ? ഹി ആസ്ക്ഡ് മീ. നിങ്ങൾ എനിക്ക് ജോലി തരാത്തതിന് നന്ദി പറയാൻ. സാധാരണഗതിയിൽ എല്ലാവരും ജോലി തന്നതിനാണ് നന്ദി പറയാൻ. നിങ്ങൾ ജോലി തരാത്തത് കൊണ്ട് താങ്കളുടെ നാട്ടിൽ വന്ന് പഠിച്ച് വൈകാതെ തന്നെ എനിക്കൊരു PhD കിട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് ഒരു കാരണം താങ്കളാണ്. താങ്കൾ അന്നൊരു സ്വീപ്പറായിട്ടോ ഒരു കീപ്പറായിട്ടോ എനിക്കൊരു ജോലി തരികയായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അവിടെ താങ്കളുടെ കീഴിൽ ഒരു ടെക്നീഷ്യനായോ മറ്റോ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അന്ന് നിങ്ങൾ ജോലി തരാത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ ആദ്യത്തെയും ഇന്ത്യയിലെ ഏക ഡോക്ടറേറ്റ് ഫാൽക്കൺസിലെടുക്കുന്ന ആളായിട്ട് ഞാൻ പോകാൻ കാരണക്കാരൻ താങ്കളാണ്. തീർച്ചയായിട്ടും. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഡിനൈയിങ് ദ ജോബ്. ജോബ് നിരസിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യാം. അങ്ങനെ വന്ന് 2004 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് കിട്ടി. എനിക്ക് ഡോക്ടറേറ്റ് നൽകി. ഡോക്ടറേറ്റ് നൽകുമ്പോൾ ഇന്ത്യയിൽ പേപ്പർ നോക്കാൻ ആരുമില്ല. കാരണം ഇന്ത്യയിൽ ഇപ്പം നമ്മളാണല്ലോ പഠിക്കുന്നത്. പക്ഷെ കാനഡയിൽ നിന്നാണ് എൻ്റെ തീസിസ് ഇവാലുവേഷൻ നടന്നത്. അത് കാനഡയിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ചിലപ്പം വേറെ രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്കായിരിക്കും. പക്ഷെ ഇവാലുവേഷന് പോയത്, എൻ്റെ തീസിസ് പോയത് കാനഡയിലേക്കാണ്. അങ്ങനെ 2004 ഡോക്ടറേറ്റ് കിട്ടി. പിന്നെ ഞാൻ 2005 എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടി. ഇന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫാക്കൽറ്റി മെമ്പറായിട്ട് ജന്തുശാസ്ത്ര വിഭാഗത്തിൽ ജോലി തുടരുന്നു. യെസ്.
ഫാൽക്കൺ എന്നുള്ളതിന്റെ പുറകിലുള്ള എന്താ പറയാ ആ ഒരു ജേർണി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായിട്ട് ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതൊരു ചലഞ്ച് എന്നായിരിക്കും തുടങ്ങുക അല്ലെ? ഓഫ്കോഴ്സ് ഇതും ഒരു ചലഞ്ച് എന്നാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തമായ റൂട്ടിൽ പോയത്. അതല്ലെങ്കിൽ എല്ലാവരും പോകുന്ന വഴികൾ തന്നെ നമ്മളും വളരെ കംഫർട്ടായിട്ട് തെരഞ്ഞെടുത്തിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഒരു ചലഞ്ചിൽ തുടങ്ങി, അത് നമ്മൾ അച്ചീവ് ചെയ്തു, അത് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ പറ്റി. അതിലൂടെ വലിയൊരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി അല്ലെ? ഒരിക്കലും ഒരു സാധാരണ ഒരു PhD എടുക്കുന്ന ഒരു എക്സ്പീരിയൻസേ ആയിരിക്കൂല ഇതിനുണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. കാരണം മുൻപ് പോയ വഴികളോ അല്ലെങ്കിൽ ചോദിച്ചറിയാനുള്ള അങ്ങനത്തെ ആൾക്കാരോ ഒന്നും നമ്മുടെ മുമ്പിലില്ല. നമ്മളായിട്ട് വെട്ടിത്തുറന്ന് പോകേണ്ടി വരും, നമ്മളായിട്ട് എടുത്ത് പഠിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് ചലഞ്ചസ് അതിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഓക്കെ, ഇപ്പൊ PhD കിട്ടി, ഇന്നിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നല്ലൊരു സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നു. എന്താണ് അതിന്റെ അടുത്ത, ഇപ്പൊ ഒരു UAE എത്തിയപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലൊരു റോയൽ എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനുണ്ട്. അവരുടെ ഒരു സമീപനം എങ്ങനെയാണ്? ഇപ്പോഴും നമുക്കൊരു ഇത് തോന്നുകയാണ്, എന്തിനാണ് ഇത്രയും 5 കോടിയും 10 കോടിയും കൊടുത്തിട്ട് ഒരു എന്താ പറയുക ഒരു പക്ഷിയെ വളർത്തുക, അതിന് വേണ്ടിയിട്ട് പറഞ്ഞ പോലെ സോക്കർ പോലെ ഒരു വേൾഡ് ഫുട്ബോൾ പോലെയൊക്കെയുള്ളൊരു സ്പോർട്ട് ചെയ്യുന്നു, അതിന് $3 മില്യൺ സമ്മാന തുക കൊടുക്കുന്നു. അപ്പൊ അവരെങ്ങനെയാണ് അതിനെ തിങ്ക് ചെയ്യുന്നത്? അവരുടെ ഒരു മൈൻഡ് സെറ്റിൽ എങ്ങനെയാണ് അവർ ഫാൽക്കണിനെ കാണുന്നത്? അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അറബികൾ എന്ന് പറയുമ്പോൾ അറബികൾക്ക് ഒരുപാട് ഹോബികളുണ്ട്. ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ ഹെറിറ്റേജ്. അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാകാം, അവരുടെ ഒരു പൈതൃകത്തിൻ്റെ ഭാഗമാകാം, അല്ലെങ്കിൽ അവരുടെ ഒരു റോയൽറ്റിയുടെ ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് ആചാരങ്ങളുണ്ട്. ആചാരങ്ങൾ എന്ന് പറഞ്ഞുകൂടാ, അവരുടെ എന്തിനു പറയാം, അവർ ഫ്രം ദ പ്രീ ഇസ്ലാമിക് പീരീഡ്, അല്ലെങ്കിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇസ്ലാം വന്നതിന് ശേഷമുള്ള ആ അറബികൾ ചെയ്തു വരുന്ന ഒരു ആചാരങ്ങളിൽപ്പെട്ട ഒരു ആചാരമാണ് ഫാൽക്കണിനെ ഉപയോഗിച്ച് വേട്ടയാടുക എന്നുള്ളത്. ഹാരിസ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു എന്നൊരു പ്രവാചകനുണ്ടായിരുന്നു. മുആവിയ കാലഘട്ടം എന്നാണ് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ അത് അറിയപ്പെടുന്നത്. ഈ ഹാരിസ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ദിവസം തൻ്റെ കുതിരപ്പുറത്ത് സവാരിക്കിറങ്ങുകയാണ്. ഈ പ്രഭാതത്തിൽ കുതിരപ്പുറത്ത് സവാരിക്കിറങ്ങുമ്പോൾ ഒരു തൻ്റെ ഭൃത്യൻ കെണി വെച്ചുകൊണ്ട് പക്ഷികളെ പിടിക്കുന്നത് കാണാനിടയിൽ വരികയാണ്. ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ, ഒരുപാട് അടിമകളായിട്ടുള്ളവരുണ്ടാവും, ഒരുപാട് ഭൃത്യന്മാരുണ്ടാവും, ഒരുപാട് ജോലിക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പക്ഷികളെ വെച്ച് വല വെച്ച് പിടിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ സവാരിക്കിടയിൽ ഒരു പക്ഷി നെറ്റിൽ വലയിൽ കുടുങ്ങിയത് കണ്ടു. അങ്ങനെ ആ പക്ഷിയെ എന്തോ രാജാവ് പറഞ്ഞു ഭൃത്യനോട്, ബ്രിങ് ഇറ്റ്, കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്നു രാജാവിൻ്റെ റിസ്റ്റിലിരുന്നു, കൈത്തണ്ടയിലിരുന്നു. ഫാൽക്കൺ സാധാരണ റിസ്റ്റിലാണ് ഇരിക്കാറ്. അപ്പോൾ അത് വീട്ടിലേക്ക് പോകുന്ന പോക്കിൽ ഇങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എന്തോ ഒരു ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷിയെ പോലെ തോന്നിച്ചു. ദൈവം തോന്നിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാജാവ് സവാരിക്കിറങ്ങുമ്പോൾ ഈ പക്ഷി വന്നിട്ട് രാജാവിൻ്റെ റിസ്റ്റിലിരിക്കുക സവാരിയിൽ. ഈ സവാരിയിൽ ഈ പക്ഷി പോയിട്ട് ഒരു വേട്ടപ്പക്ഷി ഈ പക്ഷി പോയിട്ട് വേറൊരു വലിയൊരു പക്ഷിയെ ഡെസേർട്ടിൽ നിന്ന് വേട്ടയാടി പിടിക്കുന്നത് രാജാവ് കാണുകയാണ്. അപ്പോൾ അതൊരു കൗതുകം തോന്നി. ആ വേട്ടയാടി പിടിച്ച പക്ഷിയെ അത് ഭക്ഷിച്ചു, രാജാവിൻ്റെ കയ്യിൽ വന്നിരുന്നു. പിറ്റേന്ന് ഇതേപോലെ പോകുമ്പോൾ ഒരു അർണബ്, ഡെസേർട്ട് ഹെയർ, ഒരു മരുഭൂമിയിൽ കാണുന്ന ഒരു മുയലിനെ ഈ ഫാൽക്കൺ വേട്ടയാടി പിടിച്ചു. അത് ഫാൽക്കണിനേക്കാളും 3-4 ഇരട്ടി വലിപ്പമുള്ളതുമാണ്, ഭാരമുള്ളതുമാണ്. അപ്പൊ രാജാവിന് തോന്നി ഇത് ചില്ലറക്കാരനല്ല. കാരണം ഈ പക്ഷി ചെറിയ പക്ഷികളെയല്ല വേട്ടയാടി പിടിക്കുന്നത്, പക്ഷികളെയുമല്ല, ഒരു മുയലിനെയാണ് വേട്ടയാടി പിടിക്കുന്നത്. അപ്പോൾ പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് പറയട്ടെ, ഈ സൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് റൂളർ, UAE പ്രധാനമന്ത്രി, അദ്ദേഹം ഒരു 10 വർഷം മുമ്പ് നൈജീരിയയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫാൽക്കൺ ഒരു മാനിനെ പിടിച്ച വിഷ്വൽസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം.
മാനിനെ, അതായത് ഫാൽക്കണിനെക്കാട്ടും 10-15 ഇരട്ടി വലിപ്പമുള്ള മാനിനെ പിന്നെ വേട്ടയാടിയിട്ട് കൊന്നിട്ടിട്ട് രാജാവ് അതിനെ തൂക്കി കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ ഫാൽക്കണ് തന്നെക്കാളും എത്രയോ ഇരട്ടി വലിപ്പമുള്ള ജീവികളെ കൊല്ലാൻ കഴിവുള്ള ഒരു പക്ഷിയാണ്, കപ്പാസിറ്റി ഉള്ള ഒരു പക്ഷിയാണ്, ഒരു നല്ലൊരു ഹണ്ടറാണ് ഫാൽക്കൺ. അങ്ങനെ രാജാവ് ഇത് കണ്ടപ്പോൾ തൻ്റെ ഭൃത്യന്മാരോട് കൽപ്പിക്കുകയാണ് ഇതിന് മേത്തരം ട്രെയിനിങ് കൊടുക്കാൻ. അങ്ങനെ മേത്തരം ട്രെയിനിങ് കൊടുത്തപ്പോൾ ഈ പക്ഷി നന്നായിട്ട് വേട്ടയാടി പിടിക്കാനും രാജാവിന് ദിവസവും ആഹാരം ഡെസേർട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാനും തുടങ്ങി. ദാറ്റ് വാസ് ദ ഹിസ്റ്ററി ബിഹൈൻഡ് ദിസ്. അതാണ് ഈ ഒരു ആചാരത്തിൻ്റെ ചരിത്രം. ആ ഹാരിസ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ, അല്ലെങ്കിൽ ആ മുആവിയ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത, അദ്ദേഹം നടപ്പിലാക്കിയ, അദ്ദേഹം കണ്ടെത്തിയ ആ ഒരു ആചാരമാണ് ഇന്നും അറബികൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഫാൽക്കണെ ഉപയോഗിച്ച് വേട്ടയാടുന്നു, ആ വേട്ടയാടി പിടിച്ചതിനെ അവർ ഭക്ഷിക്കുന്നു, ഫാൽക്കണിന് മേത്തരം ട്രെയിനിങ് കൊടുക്കുന്നു, ടൈമിങ് കൊടുക്കുന്നു. അങ്ങനെ ഒരു നല്ല ഒരു സംസ്കാരമാണ് അറബികൾ നിലനിർത്തിപ്പോരുന്നത് ഫാൽക്കണുമായി ബന്ധപ്പെട്ട്. യെസ്. ഇപ്പോൾ നിലവിൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഫാൽക്കൺ ഉള്ളത് എനിക്ക് തോന്നുന്നു UAE തന്നെ. മറ്റെവിടെയെങ്കിലും അങ്ങനെ കൂടുതൽ ഫാൽക്കൺ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. 2, ഈ എത്ര ഫാൽക്കണുകളാണ് ഇത് റോയൽ ഫാമിലീസിൽ മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ എത്ര ഫാൽക്കണുകളാണ് ഇന്ന് UAEയിലുള്ളത്? അങ്ങനെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ഉണ്ടോ? അങ്ങനെ ഇപ്പോൾ നമ്മൾ, അതായത് ഇപ്പോൾ ഇതൊരു വംശനാശം, ഒരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് ഫാൽക്കൺ. പക്ഷെ അത്ര അങ്ങോട്ട് എക്സ്റ്റിങ്ക്റ്റ് അല്ല. UAE ആണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൽക്കണുകളുള്ള സ്ഥലം. UAE ആണ് ഏറ്റവും കൂടുതൽ ഫാൽക്കൺ ഹോസ്പിറ്റലുകളുള്ളതും. കാരണം ഏകദേശം 20ഓളം ഫാൽക്കൺ ഹോസ്പിറ്റലുകൾ UAE തന്നെയുണ്ട്. അതായത് അബുദാബി, ദുബായ്, ഷാർജ തുടങ്ങിയ സ്ഥലങ്ങളിലായിട്ട് 20ഓളം ഫാൽക്കൺ ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഫാൽക്കൺ ക്ലിനിക്ക്, ഫാൽക്കൺ ബ്രീഡിംഗ് സെന്റർ, ഫാൽക്കൺ കെയറിംഗ് സെന്റർ, അങ്ങനൊക്കെ ആയിട്ട് ഒരുപാട് ഫാൽക്കണുമായി ബന്ധപ്പെട്ട ഒരുപാട് കേന്ദ്രങ്ങൾ UAEയിലുണ്ട്. പിന്നെ ഇതിന്റെ കൗതുകകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ലോകത്ത് മനുഷ്യൻ കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പാസ്പോർട്ട് നിർബന്ധമാക്കപ്പെട്ട ഏക ജീവിയാണ് ഫാൽക്കൺ. അപ്പൊ നമ്മളിപ്പോ മറ്റൊരു രാജ്യത്തിലേക്ക് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് അതെ, അപ്പൊ നമ്മളിപ്പോ ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് ഒരു ഫാൽക്കണെ കൊണ്ടുപോകണമെങ്കിൽ പാസ്പോർട്ട് വേണം. നമുക്കിപ്പോ 5 വർഷത്തെ പാസ്പോർട്ട് അല്ലെങ്കിൽ 10 വർഷത്തെ പാസ്പോർട്ട് ആണെങ്കിൽ ഫാൽക്കണ് 3 വർഷത്തെ പാസ്പോർട്ടാണ് കിട്ടുക. UAE ആണ് ഒരു ഫാൽക്കണിനെ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പാസ്പോർട്ട് നിർബന്ധമാക്കപ്പെട്ട രാജ്യം. ആദ്യമായിട്ട് നടപ്പിലാക്കിയത് UAE ആണ്. അത് പാസ്പോർട്ട് കൊടുക്കുന്നത് സൈറ്റസ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. ജനീവ കൺവെൻഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഓഫ് എൻഡേഞ്ചർഡ് സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ എന്നാണ് സൈറ്റസ്. ആ സൈറ്റസ് അടിസ്ഥാനത്തിലാണ് ഒരു പാസ്പോർട്ട്, 3 വർഷത്തെ പാസ്പോർട്ട്. ഇപ്പൊ നമുക്കൊക്കെ 5 വർഷത്തിനും 10 വർഷത്തിനൊക്കെ പാസ്പോർട്ട് കിട്ടുമ്പോൾ ഫാൽക്കണ് കൊടുക്കുന്നത് 3 വർഷത്തെ പാസ്പോർട്ടാണ്. അത് നമ്മൾ 3 വർഷം കഴിയുമ്പോൾ പുതുക്കണം. അതിൽ ഫാൽക്കണിന്റെ പിന്നെ സ്പീഷീസ്, അതിന്റെ ജീനസ്, അതിന്റെ വയസ്സ്, ഓണർ പേര്, അതിന്റെ കളറ്, അതിന്റെ രാജ്യം, എവിടെ ജനിച്ചു, നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തും സംഭവമൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ഫാൽക്കണിന്റെ സംഭവത്തിൽ ഒരു പാസ്പോർട്ട് കിട്ടും. ഈ പാസ്പോർട്ട് കിട്ടിയാൽ നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഒരു സീറ്റ് ഒരു ഫാൽക്കണിന് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു ടിക്കറ്റ് എടുക്കണം. ഒരു ഫാൽക്കണെ കൊണ്ടുപോകണമെങ്കിൽ. അതിലൊരു കൗതുകകരമായ രസം കൂടെയുണ്ട്. എനിക്ക് 2018 ഒരു അവസരം കിട്ടി. ഫാൽക്കണുമായി ദോഹയിലെ പിതൃ രാജാവ് ഷെയ്ഖ് ഹമ്മദ് അൽഥാനിയുടെ കൂടെ യാത്ര ചെയ്യാനൊരു അവസരമുണ്ടായി. അന്നൊരു 17 ഫാൽക്കണുമായി ഞങ്ങൾ ഒരു വലിയ ജംബോ ഫ്ലൈറ്റിൽ ഒരു 6-7 യാത്രക്കാരും രാജാവും ഒരു 17 ഫാൽക്കണുമായി ദോഹയിൽ നിന്നും മൊറോക്കോയിലേക്ക് യാത്ര ചെയ്യാനൊരു അവസരം കിട്ടി. 9 മണിക്കൂർ യാത്ര. ആ ഫ്ലൈറ്റ് ഒരു ജംബോ വിമാനമാണ്. അതിൽ 3 മജ്ലിസുകളുണ്ട് ആ വിമാനത്തിൽ.
സാധാരണ വിമാനത്തിൽ നമ്മൾ സീറ്റെല്ലാം ഉണ്ടാവുള്ളൂ. അതെ അതെ. ഇതിൽ 3 മജ്ലിസുകൾ, ഒന്ന് രാജാവിന്റെ മജ്ലിസ്, ഒന്ന് ഫാൽക്കണിന് വെക്കാനുള്ള മജ്ലിസ്, ഒന്ന് രാജാവിന്റെ കൂടെയുള്ള ഒരു 5-8 ആൾക്ക് ഇരിക്കാനുള്ള മജ്ലിസ്. മജ്ലിസ് വിമാനത്തില്. അപ്പൊ ആ വിമാനത്തിന്റെ വലുപ്പം ഒന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. പിന്നെ ഒരു 10-20-25 സീറ്റും ഉണ്ട്. അതിൽ 17 സീറ്റിൽ 17 ഫാൽക്കൺ. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അന്ന് ഫാൽക്കണുമായിട്ട് സീറ്റിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്ന ഫോട്ടോ രാജാവിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോന്റെ ആൽബത്തിൽ കാണണം, ഫാൽക്കണുമായി യാത്ര ചെയ്യുമ്പോൾ. അത് ദോഹയിൽ നിന്നും മൊറോക്കോയിലേക്ക്. അപ്പോ ഞാനിത് പറയാൻ കാരണം, ഇങ്ങനെ നമ്മൾ ഫാൽക്കണിനെ സീറ്റിൽ വെച്ചുകൊണ്ട് നമ്മളെക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഫാൽക്കണ് 5, 6, 7 കോടി രൂപ വിലയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു കുലീനതയുള്ള ഒരു റോയൽ ഹണ്ടറാണ് ഫാൽക്കൺ. എന്ന് പറയുന്നത് 40 തരം, താങ്കൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം, 40 തരം ഫാൽക്കണുകൾ ലോകത്ത് കാണുന്നുണ്ട്. അതിൽ മിഡിൽ ഈസ്റ്റിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ UAE, സൗദി, ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വേട്ടക്ക് ഉപയോഗിക്കുന്നത് ഒരു 3-4 തരം ഫാൽക്കണുകളെയാണ്. സൈക്കർ ഫാൽക്കൺ, ഷഹീൻ ഫാൽക്കൺ, ജിർ ഫാൽക്കൺ, സൂട്ടി ഫാൽക്കൺ നമ്മൾ വേട്ടക്ക് ഉപയോഗിക്കുന്നില്ല, ചെറുതാണ്. ഈ സൈക്കറും ജിറും അതേപോലെ ഷഹീനും തമ്മിൽ ക്രോസ് ചെയ്തിട്ടുള്ള ഷഹീൻ സൈക്കർ, ജിർ സൈക്കർ, സൈക്കർ ഷഹീൻ, അങ്ങനെ ഒരുപാട് പിന്നെ ക്രോസ് ബ്രെഡ് ഫാൽക്കണുകളുമാണ് സാധാരണ യൂസ് ചെയ്തത്. വളർത്താനും ട്രെയിൻ ചെയ്യാനും ഹണ്ടിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്നത് ഇത്തരം ഫാൽക്കണുകളെയാണ്. ബാക്കിയുള്ള ഫാൽക്കണുകൾ ഞാൻ പറഞ്ഞു 40ഓളം ഫാൽക്കണുകൾ ഉണ്ടെങ്കിലും 5-6 തരം ഫാൽക്കണുകൾ മാത്രമേ മിഡിൽ ഈസ്റ്റിൽ ഹണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ചില രാജ്യങ്ങളുടെയൊക്കെ ദേശീയ പക്ഷി ഫാൽക്കണാണ്. ഖത്തർ, സൗദി അറേബ്യ, UAE, നോർത്ത് അമേരിക്ക തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളുടെ ദേശീയ പക്ഷി ഫാൽക്കണാണ്. UAEയുടെ ദേശീയ ചിഹ്നവും ഫാൽക്കണാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും UAEയുടെ എല്ലാ കറൻസികളിലും അതേപോലെ ഓഫീസ് മുദ്രകളിലും UAEയുടെ എന്ത് സംഭവങ്ങളുണ്ടോ അതിലൊക്കെ ഒരു ഫാൽക്കൺ ഉണ്ടാവും. അത് അവരുടെ ദേശീയ ചിഹ്നമാണ്, എന്നാൽ അവരുടെ ദേശീയ പക്ഷിയുമാണ്. അതുകൊണ്ട് തന്നെ UAE ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൽക്കണുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാണ് എൻ്റെ ഈ 3 പതിറ്റാണ്ട് പഠനത്തിൽ എനിക്ക് മനസ്സിലായത്. യെസ്, എനിക്ക് തോന്നുന്നു ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു പഠനത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് വ്യത്യസ്തമായ, ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു, ഇപ്പോൾ ഒരു കിങ്ങിന്റെ കൂടെ യാത്ര ചെയ്യാൻ കിട്ടിയ അവസരം. അപ്പൊ എനിക്ക് തോന്നുന്നു ഫാൽക്കൺ താങ്കളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അവസരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ലേ, ഒരുപാട് വ്യത്യസ്തമായ. എനിക്ക് തോന്നുന്നു റീസെന്റ് ഇപ്പൊ എനിക്ക് കാണിച്ചു തന്നു മമ്മൂട്ടി, മോഹൻലാൽ, ഒരുപാട് സെലിബ്രിറ്റീസിന്റെ അടക്കം ഫോട്ടോ കിട്ടാനും അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും വരെ ഒരു പക്ഷേ ഈ ഒരു പക്ഷി കാരണമായിട്ടുണ്ടാവും അല്ലെ. ഒരു പക്ഷി, ഇറ്റ്സ് എ റോയൽ ബേർഡ് കാരണം, ഫാൽക്കൺ കാരണമായിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ വഴികളിലൂടെ ഇപ്പൊ ഈ പറഞ്ഞ കുറെ ഒരുപാട് സ്പെഷ്യൽ വ്യക്തികൾ, ഒരുപാട് VVIP അല്ലെ, ഒരിക്കലും VIP എന്ന് പോലും പറയാൻ പറ്റില്ല, VVIPകളുടെ പരിചയത്തിലേക്ക് എത്തിപ്പെടാൻ ഫാൽക്കൺ വലിയൊരു കാരണമായിട്ടില്ലേ? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂ ഒരുപാട് നീളും, എങ്കിലും 1-2 കാര്യങ്ങൾ പറയാം. കാരണം ഞാൻ ഓൾറെഡി നിങ്ങൾ എനിക്ക് മൊബൈലിൽ കാണിച്ചു തന്നപ്പോൾ കുറേ ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്കത് എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കുകയും വേണം. അപ്പോഴാണ് ഇതിന്റെ ഒരു ഡെപ്ത് കാണുന്ന ആൾക്ക് ഇത് മനസ്സിലാവും. നമുക്കിപ്പോ മലയാള സിനിമയിലെ 2 ലെജൻഡുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും. അതിൽ ഇവരുടെ 2 പേരുടെയും കൂടെ ഓരോ ഫിലിമിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി, ചെറിയ റോളുകളാണെങ്കിൽ പോലും. തീർച്ചയായിട്ടും. ഏതൊക്കെയാണ് മൂവീസ്? മോഹൻലാലിന്റെ കൂടെ 2010 അറബിയും ഒട്ടകവും മാധവൻ നായരും എന്നൊരു പടത്തിൽ ഞാൻ അഭിനയിക്കുന്നത്. അത് ആ പ്രിയദർശന്റെ ഫിലിം ദുബായിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത്, അബുദാബി അല്ലൈൻ ഭാഗങ്ങളിൽ ഫുൾ ഷൂട്ടിങ്. അതിലെന്തായിരുന്നു റോൾ? എന്തായിരുന്നു അതിൽ? മോഹൻലാൽ ഒരു ഓഫീസ് മാനേജറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ഒരു 2-3 ആളുകളിലുള്ള ഒരാള്, രണ്ട് അസിസ്റ്റന്റ് മാനേജറുകളിലുള്ള ഒരാള് ഞാനായിരുന്നു. പിന്നെ അതിലൊരുപാട് രംഗങ്ങളിൽ ഫാൽക്കണിനെ കയ്യിൽ വെച്ചുകൊണ്ട് അറബികളുടെ ഇടയിൽ അറബ് വേഷത്തിൽ മരുഭൂമിയിൽ വെച്ചിട്ടുണ്ട് പല രംഗങ്ങളുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ പടത്തിന്റെ പേര് അറബിയും
ഒട്ടകവും എന്നുള്ള ആ അറബി എന്നുള്ള വേർഡ് വന്നതുകൊണ്ട് സെൻസർ ബോർഡ് ആ പേര് വെട്ടുകയും അതേപോലുള്ള അറബ് സംഭവങ്ങളിൽ കുറെ കട്ട് ചെയ്യുകയും അങ്ങനെയാണ് അത് ആ ഫിലിം പിന്നെ ഒരു മരുഭൂമി കഥ എന്ന പേരിൽ റിലീസ് ചെയ്യുന്നത്. പ്രിയദർശന്റെ. ഈ സമയത്ത് അത് ഒരു ചെറിയൊരു സംഭവം നടന്നു. അതായത് ഈ പടം ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ വേൾഡ് കപ്പ് 2010 തോന്നുന്നു നമുക്ക് കിട്ടിയത്, ക്രിക്കറ്റ്. ആ സമയത്ത് അതിൻ്റെ ഒരു 6 മാസം മുമ്പാണ് എനിക്ക് അന്നത്തെ UAE പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ സുൽത്താൻ അൽ നഹ്യാന്റെ ഫാൽക്കണുകളെ നോക്കാനുള്ള ഒരു അവസരം കിട്ടി. അതിൻ്റെ ഒരു സൂപ്പർവൈസറായിട്ട് അബുദാബിയിൽ. അങ്ങനെ 6 മാസം ഷഹാമ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ദുബായിൽ നിന്നും അബുദാബിയിലേക്ക് പോകുന്ന വഴിയിൽ ഷഹാമ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഈ ഷെയ്ഖൊക്കെ വന്നിട്ട് ഇറങ്ങാറുള്ളത് ഹെലികോപ്റ്ററിൽ. അവിടെ ഒരു ഫാൽക്കണിൻ്റെ ഒരു ഫാം ഉണ്ട്. അവിടെയായിരുന്നു എനിക്ക് ഡ്യൂട്ടി. ഒരു ഇറ്റലി ഡോക്ടറും ഒരു പീറ്റർ എന്ന പേരുള്ള ഡോക്ടറും ഞാനായിരുന്നു ചാർജ്. ഒരു 10-70-80 ഫാൽക്കണുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ രാജാവ് വന്നിട്ട് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും, ഫാൽക്കണുകളൊക്കെ നോക്കി അദ്ദേഹം പോവുകയും ചെയ്യും. അങ്ങനത്തെ വളരെ ഒരു സെൻസിറ്റീവ് ഏരിയയിലായിരുന്നു എൻ്റെ ജോലി. 6 മാസത്തോളം അവിടെ ജോലി ചെയ്തപ്പോൾ അവർക്ക് എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അവർ അഡ്നോക്കി എന്ന കമ്പനിയിൽ സയൻറ്റിസ്റ്റായിട്ട് എനിക്ക് ജോലി കയറ്റം തന്നു. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ. അത് ഒരു എന്താണ് പറയുക, ഒരു റിസ്ക് ഉള്ള ജോലിയായിരുന്നു. അതായത് ഓഫ് ഷോറിലും ഓൺ ഷോറിലും ബേഡ്സിന് പറ്റുന്ന അപകടങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്ന ഒരു പണിയായിരുന്നു. കടലിലും കരയിലുമായിട്ടായിരുന്നു ജോലി. അത് റുവൈസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. റുവൈസ് പിന്നെ സൗദി അറേബ്യയിലേക്ക് പോകുന്ന വഴി UAE സൗദി ബോർഡറിൽ സീല എന്ന് പറയുന്ന അതിൻ്റെ ആ ഏരിയയിലായിരുന്നു എനിക്ക് പിന്നെ ഓഫ് ഷോറിലുള്ള ജോലി. എന്ന് വെച്ചാൽ ക്രൂഡ് ഓയിൽ എടുക്കുമ്പോൾ ബേഡ്സും മറ്റ് ആനിമൽസിനൊക്കെ പരിക്ക് പറ്റുന്നതും അതിൻ്റെ ഒരു സംഭവം പഠിക്കുന്നതും അതിനെ റെസ്ക്യൂ ചെയ്യുന്നതുള്ളൊരു ജോലിയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. എൻവയോൺമെന്റ് സ്പെഷ്യലിസ്റ്റ് എന്നാണ് അതിൻ്റെ ജോലിൻ്റെ പേര്. അക്സാസുൽ ബിയ എൻവയോൺമെന്റ് സയന്റിസ്റ്റ് ആയിട്ടായിരുന്നു ജോലി. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് പ്രിയദർശൻ്റെ ഒരു കോള് വന്നു 2010. അപ്പോൾ ആരോ അറിഞ്ഞിട്ടുണ്ടാവും, ഫാൽക്കണായിട്ട് ബന്ധപ്പെട്ടൊരു പടമാണ് മോഹൻലാലിൻ്റെ പടം. നിങ്ങൾക്ക് അറിയാലോ, അറബി ഒട്ടകം. ഫുള്ള് ഡെസേർട്ട് ലൈഫാണ്, ഡെസേർട്ട് പടമാണ്. അപ്പോൾ ഞാൻ സീലയിലായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തായിരുന്നു റുബൈസിൽ. അവിടുന്ന് വന്നു, അദ്ദേഹത്തെ പ്രിയദർശനെ കണ്ടു, മോഹൻലാലിനെ കണ്ടു. മോഹൻലാൽ മാത്രമല്ല, മുകേഷ്, MG ശ്രീകുമാർ, ഭാവന, ഒരു ടീമായിരുന്നു. 70 ദിവസത്തോളം അവർ യാസ് ഐലൻഡിൽ ഉണ്ടായിരുന്നു അബുദാബിയിൽ. അവിടെ നിന്ന് ഷൂട്ടിങ്. അങ്ങനെ അവർ ഒരു നല്ല ഒരു ഏരിയ, ഈ ഇതിനോട് ബെല്ലി ഡാൻസും ഈ ഫാൽക്കൻ്റെ ട്രെയിനിങ്ങും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഡെസേർട്ട്, ഒരുപാട് ഡെസേർട്ട് കഥയാണല്ലോ കഥ, നിങ്ങൾക്ക് അറിയാലോ. ഒരുപാട് പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഒരു സ്റ്റോറി. അങ്ങനത്തെ ഒരു സാൻഡ് ഡ്യൂൺസ്, ഒരു പ്രത്യേക തരം സാൻഡ് ഡ്യൂൺസ് ഉള്ള ഏരിയ ഉണ്ട് അബുദാബിയിൽ. അത് കണ്ടെത്തി ഞങ്ങൾ. പിന്നെ അബുദാബിയിൽ നിന്നും അല്ലയിലേക്കുള്ള അൽഫക്ക എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ തിരഞ്ഞെടുത്തത്. പിന്നെ ആ പടം കഴിയോളം പ്രിയദർശൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അവസരം തന്നു. അതില് ഈ ഉപയോഗിച്ച ഫാൽക്കൺ ഇതേപോലെ ഏതെങ്കിലും ഫാമിലിയിൽ നിന്ന്? അതെ, അവിടെയാണ് ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ്, UAE പ്രതിരോധ മന്ത്രി സെയ്ഫ് ബിൻ സായിദ്. അദ്ദേഹത്തിന്റെ ഫാൽക്കണുകളൊക്കെ ഈ ഏരിയയിലുള്ള ഒരു എൻക്ലോഷറിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ പഠനകാലത്ത് ഞാൻ പോയിട്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാസർഗോട്ടുകാരൻ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, നമ്മളൊരു ഫ്രണ്ട്. അയാൾ വഴി നമുക്ക് ഫാൽക്കണുകളൊക്കെ അവിടെ നിന്ന് കിട്ടി ഷൂട്ടിന് വേണ്ടിയിട്ട്, വിത്ത് ദെയർ പെർമിഷൻ, വിത്ത് ഷെയ്ഖ് പെർമിഷൻ. അല്ലെങ്കിൽ രാജാവിൻ്റെ ഫാൽക്കണൊന്നും കിട്ടില്ലല്ലോ. ആ ഫാൽക്കണൊക്കെ ഈ ഫിലിമിലുണ്ട്. അങ്ങനെ ഞാൻ അറബ് വേഷത്തിൽ ഫാൽക്കൺ അങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് പാട്ടുരംഗത്തൊക്കെ, പിന്നെ അതേപോലെ ഡെസേർട്ടിൽ ഈ ഒരുപാട് രംഗങ്ങളിലുണ്ട്. അത് നല്ല രസമുള്ള ഒരുപാട്. പക്ഷെ അതൊക്കെ ഈ പേരിൽ പ്രശ്നം വന്നപ്പോൾ കട്ട് ചെയ്തു പോയി. എനിഹോ പിന്നെ അങ്ങനെ ഈ പടത്തിൻ്റെ പിന്നെ നമ്മുടെ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഫൈനലിൻ്റെ തലേന്നാണ് മോഹൻലാൽ എന്നോട് ഇതിൻ്റെ ഇടയിൽ
പിന്നെ എന്നോട് പറഞ്ഞു എൻ്റെ വീട്ടിലൊരു മെക്കാവുണ്ട്, മെക്കാവ് വലിയ വലിയ ബേർഡ്, അത് അടയാറിൽ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ എനിക്കതിനൊരു ഗ്ലൗസ് വേണം. അപ്പോൾ ഫാൽക്കണിന് ഉപയോഗിക്കുന്ന നമ്മൾ ഗ്ലൗസ് ആണ്, അല്ലെങ്കിൽ ഫാൽക്കണിന്റെ കാല് നമ്മൾ ആ റിസ്റ്റിൽ വന്നിരിക്കുമ്പോൾ നമ്മളെ ദേഹത്തായിട്ട് മുറിവ് വരും, അല്ലെങ്കിൽ ബ്ലഡ് വരും. അപ്പോൾ നമ്മൾ ഈ ഗ്ലൗസ് ഇട്ടിട്ടാണ് ഫാൽക്കണെ പിടിക്കൊള്ളിക്കുന്നത്, അല്ലെങ്കിൽ അത് നമ്മളെ പരിക്കേൽപ്പിക്കും. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു എനിക്കൊരു ഗ്ലൗസ് വേണം, എനിക്കൊരു മെക്കാവിനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഷാർജയിൽ ഒരു ബേർഡ് മാർക്കറ്റ് ഉണ്ട്, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബേർഡ് മാർക്കറ്റാണ്. അവിടെ നല്ല ഹോളണ്ടിൻ്റെ നല്ല മേത്തരം ഗ്ലൗസ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ എന്നോട് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയിട്ട് ശനിയാഴ്ച നെക്സ്റ്റ് സാറ്റർഡേ, ദാറ്റ് മീൻസ് ആഫ്റ്റർ 2 days നമുക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യണം, നീ വരണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് സിലയിലേക്ക് പോയി. അങ്ങനെ ആ ദിവസമായപ്പോൾ ഞാൻ വെള്ളി ശനി എനിക്ക് അവധിയായിരുന്നു എല്ലാ ആഴ്ചയിലും. അപ്പോൾ വെള്ളിയാഴ്ച വന്നു, ഞാനും ലാലേട്ടനും കൂടെ പോകാൻ വേണ്ടി ഐ വാസ് എക്സൈറ്റഡ് വിത്ത് ഒരു ട്രാവൽ കിട്ടല്ലേ, അബുദാബി ടു ഷാർജ ടു അബുദാബി, ഒരു 6-7 മണിക്കൂർ നല്ലൊരു ടൈം കിട്ടുകയാണ്. അപ്പോൾ നല്ലൊരു രസമാണ്, ഡെസേർട്ടിലൂടെയുള്ള യാത്രയും തന്നെയല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ കുറേ കഥകളൊക്കെ പറയാമല്ലോ. അങ്ങനെ ഞാൻ അവിടുന്ന് സിലേന്ന് വന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ക്രിക്കറ്റിൻ്റെ ഫൈനലിൻ്റെ ദിവസമാണ് ഞങ്ങൾ ഷാർജയിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പടത്തിൻ്റെ ലാസ്റ്റ് രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു വണ്ടിയിൽ ഇരുന്നിട്ടുള്ള ഒരു ഫൈറ്റാണ്. അത് ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിൽ നിന്ന് കാർ പാർക്കിങ്ങിൻ്റെ സംഭവത്തിനാണ് ചെയ്യുന്നത്. അന്ന് പ്രിയദർശൻ പറഞ്ഞു ഇന്ന് പാക്കപ്പ് ചെയ്യാണ്, ഇന്ന് ഷൂട്ടില്ല എന്ന് പറഞ്ഞു. എല്ലാവരും ക്രിക്കറ്റ് കാണുക എന്ന് പറഞ്ഞിട്ട് ഈ ഫൈനലിന് വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ മോഹൻലാലിന് എൻ്റെ കൂടെ വരാൻ കഴിഞ്ഞില്ല. കാരണം ഫൈനലിൽ കാണാൻ വേണ്ടിയിട്ടിരുന്നു. നമുക്ക് വേൾഡ് കപ്പ് ആദ്യമായിട്ട് കിട്ടും ചെയ്തു, ചരിത്രത്തിൽ ആദ്യമായിട്ട് കിട്ടും ചെയ്തു. അതിനുശേഷം പിന്നെ നമുക്ക് വേൾഡ് കപ്പ് കിട്ടിയിട്ടില്ല. അപ്പം ഞാനത് പോയി ഷാർജയിൽ പോയിട്ട് വാങ്ങിയിട്ട് ലാലേട്ടനെ കൊണ്ടുവന്ന് കൊടുത്തു. കാരണം എനിക്ക് എൻ്റെ ജോലിക്ക് പോകണം. കാരണം നമുക്ക് ജോലി അവിടെ ഉണ്ടല്ലോ, ആഴ്ചയിൽ 2 ദിവസമല്ല അവധിയുള്ളൂ. അപ്പം ലാലേട്ടൻ അന്ന് എനിക്കതിനുള്ള പൈസ, അതിൻ്റെ ഇത്ര ബിൽ ഞാൻ പറഞ്ഞു അത് എൻ്റെ വക ഒരു ഗിഫ്റ്റായിട്ട് 450 ദിർഹംസ് എന്തോണം, നല്ല വിലയുള്ളൊരു സാധനമാണ്, നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള സാധനം. അപ്പോൾ ഹോളണ്ടിൻ്റെ അത് കൊടുത്തപ്പോൾ ലാലേട്ടൻ പറഞ്ഞു തൻ്റെ സെക്രട്ടറി ലിജുവിനോട് പറഞ്ഞു ഫാൽക്കൺ വിളിച്ചാൽ ഫോണ് തരണം എന്ന് പറഞ്ഞു. അതായിരുന്നു എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം. നമുക്കൊരു എൻട്രി, ഒരു പേഴ്സണൽ എൻട്രി, അതായത് ഫാൽക്കൺ വിളിച്ചാൽ എനിക്ക് ഫോൺ തരണം, പിന്നെ ചോദിക്കാൻ നിൽക്കണ്ട, ഫോൺ തരണം എന്ന് പറഞ്ഞു. പൈസ ഞാൻ വാങ്ങിയില്ല, അത് എൻ്റെ ഒരു ഓർമ്മക്ക്. അത് അദ്ദേഹത്തിന് പൈസ വാങ്ങിയോ ഇല്ല എന്നുള്ളതല്ല, ആ ഗ്ലൗസ് മൂപ്പർക്ക് ഓർമ്മ ആവും. ഇപ്പൊ ആനക്കൊമ്പില് മൂപ്പർക്ക് നിങ്ങൾക്ക് അറിയാലോ, മൂപ്പർക്ക് വൈൽഡ് ലൈഫ് പിന്നെ സ്നേഹിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷികളെയും മൃഗങ്ങളൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മെക്കാവിനെ കാണുമ്പോൾ എന്നെ ഓർക്കും എന്തായാലും. അപ്പൊ ഞാൻ ഫാൽക്കൺ വിളിക്കുമ്പോൾ ഫോൺ തരണം, നമ്പർ സേവ് ചെയ്താള് എന്നും പറഞ്ഞ് ലിജുവിനോട് അന്ന് ഇറ്റ് വാസ് 15 years ബാക്ക്, 15 വർഷത്തെ മുമ്പുള്ളതാണ്. അന്ന് ഞാൻ ലാലേട്ടനോട് എനിക്കൊരു പുസ്തകം ഫാൽക്കണെ കുറിച്ച് എഴുതണം എന്നൊക്കെ ഞാൻ അന്ന് ഷെയർ ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു 10-15 ദിവസം മുമ്പ് എനിക്ക് ലാലേട്ടനുമായിട്ടൊരു മീറ്റിംഗ് കിട്ടി. 35-40 മിനിറ്റോളം കിട്ടി. അത് അല്ല, എറണാകുളത്ത് വെച്ചിട്ട്. ഇറ്റ് വാസ് ആൻ ഇൻക്രെഡിബിൾ മീറ്റിംഗ്. 35 minutes 40 minutes ഒക്കെ ഒരു ലെജൻഡിനോട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിൾ. കാരണം അദ്ദേഹം പിന്നെ 1-2 തവണ അതിൻ്റെ അടിയിൽ ഓരോ കാര്യങ്ങൾക്ക് പോയെങ്കിലും കൂടിയിട്ട് ബി ഹിയർ, ഇവിടെ തന്നെ ഇരിക്കും, പോവല്ലേ എന്ന് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം. വാട്ട് ഇറ്റ് മേ ബി, സംസാരം എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് കിട്ടുന്ന സമയം എന്നുള്ളതാണല്ലോ, നമുക്ക് വേണ്ടി ആ ഒരു സമയം മാറ്റി വെക്കുന്നു. അതെ. അപ്പോ എന്നെ കണ്ട പാട് ചോദിച്ചത് സുബൈറിന്റെ ഫാൽക്കൺ പുസ്തകം പബ്ലിഷ് ചെയ്തെന്നാ ചോദിച്ചത്. 15 വർഷം മുമ്പ് അന്ന് ഞാൻ സംസാരിച്ചത് എന്നെ കണ്ട പാട് മൂപ്പര് ഓർക്കണമെങ്കിൽ അത് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. അതാണ് ഇപ്പൊ നേരത്തെ ബിനീഷ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഫാൽക്കണിലൂടെ പല കാര്യങ്ങളും പല പ്രശസ്തരുമായും ബന്ധപ്പെടാൻ സാധിച്ചു.
പ്രശസ്തരുമായി ബന്ധപ്പെടുന്ന ഒരു കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നതിലപ്പുറം അതെ അനുഭവങ്ങൾ 15 വർഷം മുമ്പ് പറഞ്ഞ കാര്യം എന്നെ കാണുമ്പോൾ ഓർക്കുന്നത് എന്തോ നിമിത്തം, ദൈവഹിതം പോലെ എന്നെ കണ്ടപാട് ചോദിക്കുകയാണ്. കാരണം അതിൻ്റെ കൂടെയുള്ള ലിജു, ബ്രിജീഷ്, അക്ബർ ഇവരൊക്കെ സാക്ഷികളാണ്. മുരളിയേട്ടൻ ടൈലർ, അദ്ദേഹത്തിൻ്റെ ടൈലർ മുരളിയേട്ടൻ, ഇവരെല്ലാവരും സാക്ഷികളാണ് ഇത് ചോദിക്കുന്നത് കേട്ടപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ് വിൽ ബി പബ്ലിഷ് വെരി സൂൺ എന്നും പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനൊരു ആഗ്രഹം പറഞ്ഞതാണ്. ഇപ്പൊ ഷാർജ ഗവൺമെന്റ് ആ ബുക്കല്ല, വേറൊരു ബുക്ക്, എൻ്റെ ഒരു പുസ്തകം അടുത്ത മാസം ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നെ മമ്മൂക്ക ആയാലും മോഹൻലാൽ ആയാലും ഒരുപാട് നടന്മാരുമായിട്ടൊക്കെ നല്ല കണക്ഷന് ഈ ഫാൽക്കൺ വഴി കിട്ടി. മമ്മൂക്ക ഇതേപോലെ ഞാനൊരു ഫാൽക്കണിന്റെ ഒരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു. ഇറ്റ് വാസ് 2 years back, 2-3 years back. അപ്പോൾ അതിൻ്റെ ഒരു ബ്രോഷർ ഇതേപോലെ എനിക്ക് എൻ്റെ ഫാൽക്കൺ ബ്രോഷർ പ്രകാശനം ചെയ്തത് മമ്മൂട്ടിയായിരുന്നു. അങ്ങനെ അതിലൂടെ അദ്ദേഹം വൺസ് എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം എന്ന് പറഞ്ഞുകൂടാ, അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ, ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹത്തിന് ഒരു പ്രസംഗം ഉണ്ട് ആസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസർ എന്ന നിലയിൽ എനിക്ക് ആ വേദിയിൽ ഇരിക്കാൻ പറ്റി. ആ യൂണിവേഴ്സിറ്റി കോളേജിലാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. അത് നിങ്ങൾക്കറിയാം, പടം കണ്ടാൽ അറിയാം. യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ സെറ്റ് ഇട്ടൊന്നല്ല, കോളേജിലാണത്. സെക്രട്ടേറിയറ്റിലും യൂണിവേഴ്സിറ്റി കോളേജിലും തിരുവനന്തപുരം തലസ്ഥാനത്താണ് പടം ഫുള്ള് ഷൂട്ട്, കംപ്ലീറ്റ് ഷൂട്ട്. അതെ, അതിൽ 2-3 രംഗങ്ങൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മമ്മൂക്കാൻ്റെ കൂടെ ഇറങ്ങി വരുന്ന രംഗത്ത്, അതേപോലെ ഈ വേദിയിൽ, അങ്ങനെ 2-3-4 രംഗങ്ങളിൽ അദ്ദേഹം എനിക്കൊരു അവസരവും തന്നു. അങ്ങനെ ഈ 2 ലെജൻഡിന്റെയും കൂടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ അവസരം കിട്ടിയത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റുന്നതല്ല, മാത്രമല്ല നമ്മളെ സംബന്ധിച്ചതൊരു ലെഗസി ആണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഞാൻ എല്ലാത്തിലും കണക്ട് ചെയ്യുന്നത് ഫാൽക്കൺ കൊണ്ടുവരുന്ന ഭാഗ്യങ്ങളാണ് ഇതെല്ലാം.